ലോകത്തിന്റെ കണ്ണുകൾ ജോഹന്നാസ്ബർഗിലേക്ക് നീണ്ട മണിക്കൂറുകളാണ്. നിലയ്ക്കാതെ വീശിയ നീലക്കൊടുങ്കാറ്റിൽ ആഫ്രിക്കൻ കടലത് ഇളകിമറിഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ പടർന്നു പന്തലിച്ച ആരാധക കൂട്ടത്തിന് പറഞ്ഞു തീരാത്ത ചരിത്രത്തിൽ അവർ തങ്കം ചാർത്തിയൊരു ക്രിക്കറ്റ് സിംഹാസനവും തീർത്തു. എഴുതിത്തീർത്ത വർണ്ണനകൾക്ക് അവരുടെ നിറഞ്ഞാട്ടത്തിന് പകരമാവില്ലെങ്കിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിനും അതിനു മുകളിൽ ചാർത്തിയ തിലകത്തിനും പകരം ഇന്നെന്താണ്? ഉള്ളിലൊരു വിജയത്തിനായൊരു തിരയിളക്കത്തിന് പരിസമാപ്തി ഈ ആഫ്രിക്കൻ കടൽ കടന്നാകണമെന്നതും ഒരു നിമിത്തമായിരിക്കണം. കണ്ടുതീർത്ത ക്രിക്കറ്റ് വഴികളിൽ ആഫ്രിക്കയിലേതിനൊരു തിളക്കം അത് ജ്വലിച്ചു തന്നെ നിൽക്കും. ഡെക്കുകൾ വിമർശനങ്ങളായെത്തി സഞ്ജുവിന്റെ ഉള്ളിലൊരു കനൽ തീർത്തിരിക്കണം. എല്ലാത്തിനുമുള്ള മറുപടി ആ ബാറ്റിൽ പിറന്നത് കൺകുളിർക്കെ കണ്ടു തീർക്കാം. അഭിഷേകും സഞ്ജുവും പതിയെ തുടങ്ങിയ നിമിഷങ്ങൾക്ക് ശരവേഗത്തിന്റെ സൗന്ദര്യം കടന്നുവന്നതിൽ പിന്നെ ത്രില്ലർ പെരുമഴയാണ് കണ്ടത്. 36മായി അഭിഷേക് മടങ്ങിയതിൽ പിന്നെ ആകാശം തൊടാൻ വെമ്പുന്ന പന്തുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു. ശതകം തീർത്ത് തിലകിന്റെ വിസ്മയങ്ങളൊന്ന് കണ്ടു തീർത്തതാണ്. മാറ്റുകുറയാത്തൊരു വണ്ടർ ഇന്നിംഗ്സുമായാണ് ആ വരവെന്ന് ആര് കരുതാനാണ്? പിന്നെ അങ്ങോട്ട് ആഫ്രിക്കൻ ബൌളർമാർക്ക് നേരിടേണ്ടി വന്നത് ലോകോത്തര ബാറ്റർമാരുടെ നിലയ്ക്കാത്ത സിക്സർ പൂരമാണ്. ആഫ്രിക്കൻ നിരയിൽ മാറി മാറി തുടർ പരീക്ഷണങ്ങൾക്കുമേൽ സഞ്ജുവും തിലകും ചേർന്ന് ആത്മവിശ്വാസം കൊണ്ട് ബൗണ്ടറിയിലേക്ക് സ്വപ്നങ്ങൾ നെയ്തു. ഫീൽഡിംഗ് പിഴവുകൾ അവരുടെ മനോബലത്തിനേറ്റ പ്രഹരമെന്ന് തെളിയിച്ചുകൊണ്ടിരുന്നു. 51 പന്തുകളിൽ ഗവാസ്കറിന് എന്നും ഓർത്തുവെക്കാൻ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ചേട്ടന്റെ വകയൊരു മിന്നും ശതകം. ഗ്രൗണ്ടിന് പുറത്തുനിന്ന് സഹതാരങ്ങളുടെ അഭ്യർത്ഥനയാൽ തന്റെ സ്ഥിരമാഘോഷത്തിന് പതിവ് തെറ്റിക്കാതെ മലയാള മണ്ണിലേക്ക് ആഫ്രിക്കയിൽ നിന്നൊരു മനം കുളിർക്കും സെഞ്ചുറി. കഠിനാധ്വാനത്താൽ തുറന്ന ഇന്ത്യൻ ടീമിന്റെ കവാടത്തിനുള്ളിൽ അയാൾ ആടിത്തീർക്കുകയാണ്. ക്ലാസ് ബാറ്റിംഗിലൂടെ ഞാനിവിടെയുണ്ടെന്നുള്ള മറുപടിയാണ് അത്. 5 മത്സരങ്ങളിൽ 3 ശതകങ്ങളാണ് സഞ്ജു തന്റെ പേരിലേക്ക് ചേർത്തുവെച്ചത്. തിലകിന്റെ സെഞ്ചുറിയും ചേർത്തൊരു ഇരട്ടി മധുര നിമിഷങ്ങൾക്ക് മുകളിൽ ഇന്ത്യൻ പതാകകൾ അഭിമാനത്താൽ പാറിപ്പറന്നു. ഒരു 22കാരന്റെ ചൈത്രയാത്രയുടെ യഥാർത്ഥ തുടക്കം ആ ആഫ്രിക്കൻ മണ്ണിലാണ്. ഭയത്തിന്റെ കണിക കാണാത്ത എന്തൊരു ഇന്നിംഗ്സാണത്. 41 പന്തുകളിൽ ശതകം തൊട്ട് തന്റെ 2ാം സെഞ്ചുറി അയാൾ മതിമറന്നാഘോഷിച്ചു. ആഫ്രിക്കൻ ബൌളർമാർ തരിച്ചു നിന്ന നിമിഷങ്ങളാണത്. വിക്കറ്റ് ഒന്നിനു വേണ്ടി ആവനാഴിയിൽ തീർത്തതെല്ലാം പുറത്തെടുത്തെങ്കിലും രക്ഷയില്ല. 210 റൺസുകൾ ചേർത്ത 2ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ പിറന്നത് റെക്കോർഡ് നേട്ടമാണ്. ഒടുവിലെ ഓവറുകൾ തല്ലിത്തകർത്ത് ഇന്ത്യ ഉയർത്തിയ 283 സ്കോറിന് മുന്നിൽ ആഫ്രിക്ക പകച്ചു നിന്നു. അടിക്കടി തിരിച്ചടി പ്രതീക്ഷിച്ച ആരാധകർക്ക് കാണാനായത് പക്ഷേ ഇന്ത്യൻ ബൌളർമാരുടെ തീതുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ തകർന്നു വീഴുന്ന ആഫ്രിക്കയെയാണ്. 10 റൺസ് കടക്കും മുന്നേ ക്ലാസനും മർക്കമുമടക്കം 4 കൂറ്റനടിക്കാർ വീണു. ഹർഷദീപിന്റെ പന്തുകൾ ആഫ്രിക്കൻ തീരത്ത് വിതച്ച നാശം അത് ചില്ലറയല്ല. 3 വിക്കറ്റുകളാണ് അയാൾ നിമിഷ നേരത്താൽ കൊയ്തെടുത്തത്. മില്ലറും സ്റ്റബ്സും ചേർന്നുള്ള രക്ഷാപ്രവർത്തനവും ഫലം കാണാതായപ്പോൾ പരമ്പര ഇന്ത്യ ഉറപ്പിച്ചതാണ്. ഹർദിക്കും വരുണും ബിഷ്ണോയും അക്സറുമെല്ലാം കൂറ്റൻ വിജയം തൊടാനിറങ്ങിയവരെ വരിഞ്ഞു മുറുക്കി. ഒടുവിൽ 135 റൺസ് അകലെ എന്തു വില കൊടുത്തും വിജയിക്കുമെന്ന് പറഞ്ഞ ആഫ്രിക്കൻ ക്യാപ്റ്റനു മുന്നിൽ ഇന്ത്യ കപ്പുയർത്തി. മറക്കാനാവാത്ത നിമിഷങ്ങൾ തന്ന് പരമ്പരയും നേടി ഇന്ത്യ മടങ്ങുകയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഏടുകൾ നൽകിയാണ് ആ മടക്കം. സഞ്ജുവും തിലകും വരും കാലത്തെ ഇന്ത്യൻ പ്രതീക്ഷകളായി പച്ചപ്പുല്ലിനു മുകളിൽ ഇനിയും ആടിത്തീർക്കട്ടെ. വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ നീലപുതച്ചൊരു വിജയപേരി തൊടുന്ന നല്ല കാലങ്ങളിൽ കായിക പ്രേമികൾ അവർക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.